ഒരുപക്ഷെ നമ്മൾ മലയാളികൾക്ക് പെട്ടെന്ന് ദഹിക്കാത്ത ഒരു വാർത്തയായിരിക്കും ഇത്. പശ്ചിമേഷ്യൻ യുദ്ധം നിർത്താൻ മോദിക്ക് കഴിയുമെന്ന്. നല്ല തമാശ തന്നെ. കാരണം നമ്മൾ മലയാളികൾ നരേന്ദ്രമോദി എന്ന വ്യക്തിത്വത്തെ നമ്മുടെ മലയാള മാപ്രകളുടെ ലെൻസിലൂടെ മാത്രമാണ് പലപ്പോഴും നോക്കിക്കണ്ടിട്ടുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ട്രോൾ പേജുകളിലെ കോമാളി കഥാപാത്രമായിട്ടാണ് പലരും അദ്ദേഹത്തെ വിലയിരുത്താറുള്ളത്, അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നൊരു ചായക്കടക്കാരനായി മാത്രം. എന്നാൽ അതിർത്തികൾക്കപ്പുറം ലോകം അദ്ദേഹത്തെ നോക്കി കാണുന്നത് അങ്ങനെയല്ല. മറിച്ച് പ്രതിസന്ധികളിൽ പരിഹാരം കാണാൻ കെൽപ്പുള്ള ഒരു കരുത്തുറ്റ ലോക നേതാവായിട്ട് തന്നെയാണ്. ഇറാൻ അമേരിക്ക സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോൾ അത് പരിഹരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്രയും വേഗം വിളിക്കേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നാണ് സാക്ഷാൽ അമേരിക്കയിൽ നിന്ന് തന്നെ ഉയരുന്ന ശബ്ദം. പറയുന്നത് ഏതെങ്കിലും സംഖ്യയല്ല, മറിച്ചൊരു മുതിർന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത് തുറന്ന് സമ്മതിക്കുന്നത്. വിരമിച്ച US ആർമി കേണൽ ഡഗ്ലസ് മക്ഗ്രഗർ ആണ് അമേരിക്കൻ മാധ്യമപ്രവർത്തകർ ടക്കർ കാൾസണുമായിട്ടുള്ള അഭിമുഖത്തിൽ ഈ സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയത്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക ആഴത്തിൽ ഇടപെടുന്നത് അവരെ കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്കും സൈനിക ക്ഷീണത്തിലേക്കും തള്ളിവിടും. ഈ പ്രതിസന്ധി അമേരിക്കയ്ക്ക് താങ്ങാനാവില്ല. ഇത് ഒഴിവാക്കാൻ ഒരു മധ്യസ്ഥൻ അനിവാര്യമാണ്. അതിന് ലോകത്ത് ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് നരേന്ദ്രമോദിയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. വിഘടിച്ചു നിൽക്കുന്ന കക്ഷികളെ ഒരുമിച്ച് ഒരു ചർച്ചാമേശയിൽ കൊണ്ടുവരാൻ പ്രധാനമന്ത്രി മോദിക്ക് കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. നരേന്ദ്രമോദിക്ക് ഈ സ്വീകാര്യത ലഭിക്കാൻ കാരണം എന്താണെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. 2017 ചരിത്രത്തിൽ ആദ്യമായി ഇസ്രയേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പലസ്തീൻ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ പലപ്പോഴും വില്ലൻ ചാപ്പ നൽകിയ ഇസ്രയേൽ എന്ന രാഷ്ട്രവുമായി തുറന്ന ചങ്ങാത്തം കൂടാൻ അതിനു മുൻപ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ മോദി തുടങ്ങി വെച്ച ആ ബന്ധം ഇന്ന് പ്രതിരോധ വ്യാപാര മേഖലകളിൽ സുപ്രധാന കരാറുകളിലെത്തി നിൽക്കുന്നു. ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് 2016 മോദി നടത്തിയ ഇറാൻ സന്ദർശനം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 2012 ചേരിചേരാ ഉച്ചകോടിക്കായി ഇറാനിൽ പോയിരുന്നെങ്കിലും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തിൽ യഥാർത്ഥ കുതിപ്പുണ്ടായത് BJP സർക്കാരുകളുടെ കാലത്താണ്. 2001 അടൽ ബിഹാരി വാജ്പേയി നടത്തിയ ചരിത്രപ്രധാനമായ ഇറാൻ സന്ദർശനമാണ് ഇതിന് അടിത്തറയിട്ടത്. ടെഹ്റാൻ പ്രഖ്യാപനത്തിലൂടെ ഊർജ്ജ പ്രതിരോധ സഹകരണവും തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന്റെ പ്രാരംഭ ചർച്ചകളും വാജ്പേയിയുടെ കാലത്താണ് തുടങ്ങിയത്. വാജ്പേയിയുടെ കാലത്ത് തുടങ്ങി മോദിയിലൂടെ വളർന്ന മികച്ച നയതന്ത്രമാണ് ഇന്ന് ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇന്ത്യ ഇറാനുമായി ഈ ബന്ധം നിലനിർത്തുന്നത് സ്വന്തം ജനതയെ പീഡിപ്പിക്കുന്ന അവിടുത്തെ ഭരണകൂടത്തെയോ IRGCയുടെ തീവ്രവാദ നിലപാടുകളെയോ പിന്തുണയ്ക്കാനല്ല, മറിച്ച് സമാധാനകാംക്ഷികളായിട്ടുള്ള സാധാരണ ഇറാൻ ജനതയോടുള്ള അനുഭാവം കൊണ്ടും അവർ തിരഞ്ഞെടുത്ത ഇറാൻ പ്രസിഡന്റുമായി സൗഹൃദം പുലർത്തി ഇന്ത്യയുടെ തന്ത്രപരമായ വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമാണ്. ഇങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇരു രാജ്യങ്ങളായ ഇസ്രയേലും ഇറാനുമായി ഒരേ സമയം തുല്യതോതിലുള്ള ശക്തമായ സൗഹൃദം പുലർത്തുന്നത് കൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി നരേന്ദ്രമോദിയാണെന്ന് ലോകം വിലയിരുത്തുന്നത്. ചുരുക്കത്തിൽ ഇസ്രയേലുമായും ഇറാനുമായും ഒരേ സമയം മികച്ച നയതന്ത്ര ബന്ധം പുലർത്തുന്ന ലോകത്തെ അപൂർവം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. മോദിയുടെ ആഗോള സ്വാധീനവും ഇന്ത്യയുടെ ഈ സന്തുലിതമായ നയതന്ത്ര സമീപനവും നിലവിലെ പ്രതിസന്ധിയിൽ അദ്ദേഹത്തെ ഒരു മികച്ച സമാധാന ദൂതനാക്കുന്നു. അതോടൊപ്പം ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തിപരമായ ഊഷ്മള ബന്ധവും ഈ സമാധാന ശ്രമങ്ങൾക്ക് വലിയ കരുത്തേകുമെന്ന് കേണൽ ഡഗ്ലസ് മക്ഗ്രഗർ കൂട്ടിച്ചേർക്കുന്നു. സംഘർഷം കൂടുതൽ രൂക്ഷമായാൽ എണ്ണവില കുതിച്ചുയരുകയും ആഗോള സമ്പദ് വ്യവസ്ഥ താറുമാറാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കേണൽ മക്ഗ്രഗർ നിർദ്ദേശിച്ചതുപോലെ ഇറാൻ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രംപ് മോദിയുടെ സഹായം തേടുമോ എന്നാണ് അറബ് ലോകം പോലും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നരേന്ദ്രമോദിയുടെ നയതന്ത്ര ഇടപെടലുകൾക്ക് കഴിയുമെന്ന് അമേരിക്കയുടെ ഈ തുറന്നു പറച്ചിൽ ആഗോളതലത്തിൽ വളരുന്ന ഇന്ത്യയുടെ കരുത്ത് തന്നെയാണ് അടിവരയിട്ട് ഉറപ്പിക്കുന്നത്.